വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇനി ട്രഷറി നിയന്ത്രണത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കഴിഞ്ഞ വർഷത്തെ പാസ്സാകാത്ത ബില്ലുകളുടെ തുക നടപ്പു സാമ്പത്തിക വർഷം അനുവദിക്കുന്ന പണത്തിൽ നിന്ന് എടുക്കാനാണ് നിർദ്ദേശം. ഇതോടെ ഈ വർഷത്തെ കോടികളുടെ പദ്ധതികൾ നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. 2023-24 കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ച 45 കോടി രൂപയുടെ പദ്ധതികളുടെ ബില്ലുകളാണ് മാസങ്ങൾക്ക് മുന്നേ ട്രഷറിയിൽ സമർപ്പിച്ചത്. 5 ലക്ഷത്തിലധികം രൂപയുടെ ബില്ലുകൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ട്രഷറിയിൽ നിന്നും പണം ലഭിച്ചില്ല. എന്നാൽ ഈ 45 കോടി രൂപയും വരുന്ന സാമ്പത്തിക വർഷം അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നും എടുക്കാനാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഫലത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് നഷ്ടമാവുക 45 കോടി രൂപയുടെ പുതിയ പദ്ധതികൾ. ധനകാര്യ വകുപ്പിന്റെ ട്രഷറി നിയന്ത്രണം കാരണം ഏകദേശം 45 കോടിയോളം വരുന്ന രൂപയുടെ ബില്ലുകൾ ട്രഷറിയിൽ കൊടുത്ത് തിരിച്ച് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. 45 കോടി സർക്കാർ തന്നിട്ടില്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക വർഷത്തിൽ നിന്ന് 60% വർക്കുകൾ വെട്ടിക്കുറച്ചാലേ ജില്ലാ പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്രയും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഉള്ളത്. ഇത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ചിത്രമല്ല. നഗരസഭകൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതേ നിർദ്ദേശമാണ് ലഭിച്ചത്. ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ വികസനത്തെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് ഉയരുന്ന ആരോപണം. ഈ 4 മാസത്തെ തന്നെ ഏകദേശം 1.25 കോടിയോളം രൂപ നമുക്ക് സർക്കാർ തന്നിട്ടില്ല. സർക്കാർ തരാത്തത് കൊണ്ട് ഇപ്പോൾ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാൻ ജില്ലാ പഞ്ചായത്തിന് ലഭ്യമായ തനത് ഫണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ. പുതിയ നിർദ്ദേശത്തിനെതിരെ ധനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധികൃതർ. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അഷ്കർ, അതായത് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. ഒരുപക്ഷെ ഈ വർഷത്തെ കോടികളുടെ പദ്ധതികൾ തന്നെ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലേ? അത് മലപ്പുറത്തെ മാത്രം സ്ഥിതിയല്ല, കേരളത്തിൽ ആകമാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അനുഭവിക്കുന്ന പ്രതിസന്ധിയായി മാറുന്നു. വിനിത, തീർച്ചയായും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നുള്ളത് അതിനൊരു ഉദാഹരണം മാത്രമാണ്. കാരണം ഓരോ വർഷവും അവർക്ക് അനുവദിക്കുന്ന പദ്ധതി വിഹിതത്തിൽ നിന്നും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവരുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക. സാധാരണഗതിയിൽ മാർച്ച് 31 സമർപ്പിക്കുന്ന ബില്ലിനടക്കം അത് ക്യൂ ബില്ലിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പണമടക്കം സർക്കാർ അതത് വർഷത്തെ സാമ്പത്തിക ഫണ്ടിൽ നിന്ന് തന്നെ നൽകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മാസങ്ങൾക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രഷറിയിൽ ബില്ല് നൽകിയിട്ട് പോലും ട്രഷറി നിയന്ത്രണം മൂലം പാസ്സാകാത്ത ബില്ലുകളുടെ അതിൻ്റെ തുകയാണ് വരുന്ന സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്നും എടുത്ത് ചെലവഴിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും തുക വകയിരുത്താൻ ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ തോതിൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാകും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തന്നെ പറയുന്നത് 80% ഇത്തരത്തിൽ പദ്ധതികൾ ഉണ്ടാവുക. അതിൽ 60% പദ്ധതികൾക്കും തിരിച്ചടിയാകുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങളെ പോക്കി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് പൊതുമരാമത്ത്, ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ പൊതുമരാമത്ത് പ്രവൃത്തികളൊക്കെ തന്നെ വലിയ തോതിൽ സാരമായി ബാധിക്കും. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ട്രഷറി നിയന്ത്രണം എന്ന് പറയുന്നത് 5 ലക്ഷത്തിന് രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലുകളും പാസ്സാക്കി നൽകേണ്ടതില്ല എന്നായിരുന്നു ട്രഷറിയിൽ നിന്നുണ്ടായിരുന്ന നിയന്ത്രണം. സ്വാഭാവികമായും ജില്ലാ പഞ്ചായത്തിൽ ഏറ്റെടുക്കുന്ന പദ്ധതികളുടെ മിനിമം തുക എന്ന് പറയുന്നത് തന്നെ 10 ലക്ഷമാണ്. അങ്ങനെയെങ്കിൽ ഈ 10 ലക്ഷം രൂപ മുകളിലേക്ക് വരുന്ന ബില്ലുകളൊക്കെ തന്നെ പാസ്സാകാതെ കിടന്നതോടെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് മാത്രം 45 കോടി രൂപയോളം നഷ്ടമുണ്ടാകുന്നത്. സമാന സാഹചര്യം സംസ്ഥാനത്തുടനീളം നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഒക്കെ ഉണ്ടാകുന്നു. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ, പ്രാദേശിക വികസനത്തിന്റെ വലിയ തോതിൽ ഇത് സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഗുരുതര സാഹചര്യം. വിനിത, ശരി. അഷ്കർ അലി കരിമ്പയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.